ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തന്നെ കണ്ട എൻ്റെ എത്തിരിക്കുന്ന അടീനിയങ്ങൾ. ആ അടീനിയത്തിൻ്റെ വീഡിയോ ആണ് ഇതൊക്കെ. ഇപ്പോൾ കുറച്ച് അടീനിയങ്ങളൊക്കെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അടീനിയം ഞാൻ വാങ്ങിയിട്ടുണ്ട്, കൊരിയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അഡ്രസ്സൊക്കെ കണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലാന്റ് ഗൂൺ അടീനിയ നഴ്സറി എന്നൊക്കെ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന്. മൂന്നാമത്തെ ദിവസമാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എൻ്റെ കയ്യിലില്ലാത്ത കളേഴ്സാണ് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടാ. 5 എണ്ണമാണ് കേട്ടാ വാങ്ങിച്ചത്. ഒരു അടീനിയത്തിൻ്റെ വില 250 രൂപീന്. കണ്ട ഇത് നമ്മൾ ഫോട്ടോയിൽ പർപ്പിളെന്നും പറഞ്ഞിട്ടാണ് ഓർഡർ കൊടുത്തത്. വന്നപ്പോൾ അത് എൻ്റെ കയ്യിലുള്ള റെഡ് പോലെ തന്നെയുണ്ട്. ഇത് പിന്നെ എൻ്റെ കയ്യിൽ സിംഗിൾ പെറ്റലുണ്ട് അടീനിയം, അതിൻ്റെ ഡബിൾ പെറ്റലാണിത്. എൻ്റെ കയ്യിലുള്ള സിംഗിൾ പെറ്റൽ അടീനിയാണ് ഈ കാണുന്നത്. കണ്ട എന്ത് ഭംഗിയിലാണ് അത് നിൽക്കണേന്ന്. ഇത് പിന്നെ ഒരു മഞ്ഞയും പിങ്കും ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതേ പൂവിൽ അത് കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഈ വെള്ളയും ഈ പിങ്കും മഞ്ഞയായത് ഞാൻ ഓർഡർ ചെയ്തത് തന്നെയാണ്. ഈ 2 പർപ്പിളാണ് ചതിച്ചത്. 2 പർപ്പിളെന്നും പറഞ്ഞിട്ട് വന്നത് റെഡ് കളറ്. ഇത് രണ്ടും ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ട ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എൻ്റെ അടീനിയങ്ങളൊക്കെ പൂത്ത് നിൽക്കണേണ്ട. ഇത് നല്ലൊരു കളറാണ് കേട്ടാ. കണ്ട നല്ല വലിയ പൂവാണ്. ഡബിൾ പെറ്റല് സിംഗിൾ പെറ്റലായാലും എല്ലാ പൂക്കളും ഒന്നൊന്ന് വ്യത്യാസങ്ങളുണ്ട്. ഇത് ഡബിൾ പെറ്റലാണ് റെഡ്. ഇതും നല്ല ഭംഗിയുള്ള പൂവാണ്, റോസാപ്പൂ പോലെ. ഇതൊക്കെ വിത്ത് നട്ടുണ്ടാക്കിയ അടീനിയങ്ങളാണ്, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട്. ഇതൊക്കെ അതാ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെടിച്ചട്ടിയിലേക്ക് മാറ്റാം, നട്ടുപിടിപ്പിക്കുക. 1 ദിവസത്തെ കാരണേ ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് ഇവിടെ ചെടികൾക്ക്. കണ്ട അപ്പോൾ ഇതിന് പോട്ടിങ് മിക്സ് എംസാൻഡും പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ. അവരൊരു ചെറിയൊരു വളം തന്നെ അടീനിയത്തിൻ്റെ ഇത് തന്നെ ഒരു ചെറിയ പാക്കറ്റ്. കണ്ട നമ്മളെ വീഡിയോയിൽ കാണിക്കുമ്പോൾ വിചാരിക്കും നമുക്ക് ഒരു 1/2 കിലോൻ്റെ പാക്കറ്റൊക്കെ ഇനി വരുന്നതെന്ന്. തരുന്നത് ഇതാണ് ഒരു 50 ഗ്രാം ഉണ്ടാവും തന്നത്, പാക്കിൽ വന്നത്. അപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്ത അടീനിയാണ് ഇതൊക്കെ കേട്ടാ. വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ അന്ന് ഒരു ബോൺസായി ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ അടീനിയൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന്. 1 മാസമായിട്ടുള്ള ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട്. ഇതിനിപ്പോൾ നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. അന്ന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കമൻസ് എനിക്ക് വന്നു, ഇതിങ്ങനെ ചെയ്താൽ ശരിയാവോ, ചീഞ്ഞ് പോവില്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനാണ് ഇതിന് ബോൺസായി ചട്ടി കണ്ട അടീനിയ എന്താ ഇത്രയ്ക്കായിട്ടുണ്ട്. എത്ര ബ്രാഞ്ച് വന്നു? 4 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ. 1 2 3 4 ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഒരു കുഴപ്പവും പറ്റൂല കേട്ടോ. എൻ്റെ അടീനിയങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ. അതേപോലെ ചെയ്ത ബോൺസായി അടീനിയ എന്തേ കട കാണിച്ചു തരാം. ഇനി ഇത് പൂത്ത് നിൽക്കണത് ഇത്രയേ അധികം കൊമ്പുകളൊക്കെ വന്ന് നിറയെ പൂത്ത് നിൽക്കണത് അടീനിയ, ബോൺസായി അടീനിയങ്ങളിൽ. കണ്ട ഞാൻ അതുപോലെ ചെയ്ത് വെച്ച അടീനിയങ്ങളിൽ ഇതിൻ്റെ കടയൊക്കെ ഒരു ഇത് കണ്ട ഭയങ്കര ഹെൽത്തി പ്ലാന്റ്സായി നിൽക്കണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എൻ്റെ അടീനിയൊക്കെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് ബോൺസായി ആയിട്ട് 8ഉം 10ഉം ഒക്കെ വർഷമായ അടീനിയങ്ങളിൽ. ഇതൊക്കെ എല്ലാതും വേറെ വേറെ പൂക്കളാണ് ഇതിലൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഇത് ചെറിയ റെഡ് പൂക്കൾ, ഇത് വേറൊരു കളറ്. കണ്ട എല്ലാതും വേറെ വേറെ ഇതിൽ പൂത്ത് നിൽക്കണ പൂക്കളൊക്കെ. ഈ ബോൺസായിൽ വേറൊരു കളറ്.
പൂത്ത അടീനിയങ്ങളൊക്കെ ഇനിയിപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ, അല്ലാതെ ഒന്നും കാണിക്കുന്നില്ല. പൂത്ത ചെടികൾ മാത്രം കാണിക്കുന്നുള്ളൂ. പൂക്കാത്തത് ഇനി വേറെ ഉണ്ട് കുറേ. ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം ചെയ്തിട്ട്, മെയിനായിട്ട് ഇതിനൊക്കെ വേണ്ടത് നല്ല നേരിട്ടുള്ള സൂര്യപ്രകാശം ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ നിറയെ പൂക്കും. ഇലയില്ലാണ്ട് പൂക്കൾ മാത്രമായി നിൽക്കും നല്ല ഭംഗിയിൽ. കുറച്ച് ഇല വേണം, എന്നാലും അതിൻ്റെ ഇടയിൽ ഇതുപോലെ പൂക്കൾ നിൽക്കുന്നതാണ് ഭംഗി. ഇത് കണ്ട നല്ല റോസാപ്പൂ പോലത്തെ അടീനിയം. ഇത് വേറൊരു ഡബിൾ ഷെയ്ഡ് അടീനിയം. ഇത് വേറൊരു കളറ്. കുറേ ഉണ്ട്. പിന്നെ റെഡ് തന്നെ കണ്ട. ഈ പൂവിൻ്റെയൊക്കെ ഒരു വലിപ്പം നോക്കിയേ, എന്ത് വലിയ പൂക്കളെന്ന്. നിറയെ പൂത്ത് നിൽക്കണുണ്ട്. ഇതൊരു വേറെ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ പെറ്റലിൻ്റെ നീളം കണ്ട, ഷേപ്പ് തന്നെ വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷേപ്പാണ് ഇതിൻ്റെ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് പ്ലാന്റ് ചെയ്യാം. വാങ്ങിച്ചടീനിയ പോട്ടിങ് മിക്സൊക്കെ അതേ ഞങ്ങളിപ്പോൾ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും നോക്കിയേ നിറച്ച് വെച്ചിട്ടുണ്ട് പോട്ടിങ് മിക്സ്. ചെടി മോനെ കണ്ട, അവൻ എപ്പോഴും കാവൽ വന്ന് കിടക്കും ഞങ്ങൾ എന്ത് പണി ചെയ്യായാലും. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് നടാട്ടാ. പോട്ടിങ് മിക്സൊക്കെ എല്ലാ ചട്ടിയിലും നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എല്ലാത്തിലും നടാം. ഇപ്പം തന്നെ ചെറിയൊരു വാട്ടമായി തുടങ്ങി ചെടികൾക്കൊക്കെ. ബോൺസായി ചട്ടിയിൽ നട്ടുകൊടുക്കുക ഈ ഒരു ചെടി. ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കോഡക്സ് മുഴുവനായിട്ട് മൂടി പോവരുത്. കോഡക്സ് പുറത്തായിരിക്കണം അടീനിയൻ ചെടി നമ്മൾ നടുമ്പോഴേ. പിന്നെ നട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം ഇത് തണലിൽ തന്നെ വെക്കുക. അതൊന്ന് നല്ല ഉഷാറായിട്ട് വേണം വെയിലത്തേക്ക് എടുത്ത് വെക്കണമെങ്കിൽ. ഞാനിപ്പോൾ ഇത് തണലിൽ തന്നെ വെക്കാൻ പോണ്. ഇതല്ലാതെ നടൽ കഴിഞ്ഞിട്ടേ കോഡക്സ് ഇതേ പുറത്താവണ പോലെ നട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കാം, മണ്ണ് പോരാ. ബോൺസായി ചട്ടിയിൽ കുറച്ച് മണ്ണല്ല കൊള്ളുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടെ മണ്ണിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ചെരിഞ്ഞ് പോവേ. കുറച്ചും കൂടെ മണ്ണിട്ട് ഉറപ്പിച്ച് വയ്ക്കുക. ഇതുപോലെ നമുക്ക് എല്ലാതും നട്ട് കൊടുക്കാം കേട്ടോ, എല്ലാ ചട്ടിയിലും. ഇത് തന്നെയാണ് നമ്മൾ നടൽ കഴിഞ്ഞു. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ഒരാഴ്ച നമ്മൾ ഇവിടെ തന്നെയാണ് വെക്കുന്നത്, തണലത്ത് വെയിലില്ലാത്ത ഭാഗം നോക്കിയിട്ട്. പിന്നെ നല്ല ഉഷാറായി വന്നിട്ട് വേണം നല്ല വെയിലത്തേക്ക് എടുത്ത് വെക്കണമെങ്കിൽ. ഈ അടീനിയ വാങ്ങിച്ചപ്പോൾ തന്ന പാക്കിലുണ്ടായിരുന്ന ഒരു ഇതാണ്, അത് അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. അടീനിയത്തിൻ്റെ എനർജലൈസർ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതൊന്ന് നോക്കിയേ, ഇത്രയും പൈസ കൊടുത്ത് നമ്മളൊരു ചെടി വാങ്ങുമ്പോൾ തന്നതാണ്. ഒരു 3 സ്പൂണും കൂടെ തികച്ചില്ല തന്ന സാധനം. ഇതിന് തന്നത് വീഡിയോയിൽ ഭയങ്കര ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം നമ്മൾ ഇത് തരും അത് തരും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കും. വന്ന സാധനമാണ് ഇത്, 2 സ്പൂൺ വളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ബോൺസായിയുടെ വീഡിയോ മുന്നേ ചെയ്തപ്പോൾ കമൻസ് വന്ന കാരണമാണ് ഞാനിപ്പോൾ ആ ബോൺസായിയുടെ ഒരു ക്ലിപ്പും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെങ്ങനെയാണ് വളർന്നതെന്ന് കാണിക്കാനായിട്ട്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ അത് ഉൾപ്പെടുത്തിയത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നമുക്ക് കൂടുതൽ വീഡിയോ ഒക്കെ ചെയ്യാനുള്ളൊരു സന്തോഷവും എനർജിയൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ പോസിറ്റീവ് കമൻസും ഇതൊക്കെ കേൾക്കുമ്പോൾ നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് അങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ഇടേണ്ട ഒരു കാര്യമില്ല. പ്ലാൻസിൻ്റെ വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ അത് എല്ലാതും അതുപോലെ ഇനി വീഡിയോ ചെയ്യുക, ഭയങ്കര ശ്രദ്ധിച്ചൊക്കെ ഇനി ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക.
ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.